ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകമാണല്ലോ. അതിൻ്റെ 2 ദിനവൃത്താന്തം 10-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 9-ാം അധ്യായത്തിൽ ഷേബ രാജ്ഞി സോളമനെ സന്ദർശിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇനിയും സോളമന് ശേഷം രാജ്യം 2ആയി പിളരുന്നതായി നമ്മൾ കാണുന്നു. സോളമന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രഹബെയാം രാജാവാകുന്നു. ഇസ്രായേൽ ജനം അദ്ദേഹത്തെ രാജാവാക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുകയാണ്. ഷേക്കേമിൽ അവർ ഒന്നിച്ചു കൂടുന്നു. ഇതറിഞ്ഞ നെബോത്തിൻ്റെ മകൻ യൊരോബെയാം ഈജിപ്തിൽ നിന്ന് മടങ്ങി വരികയാണ്. നമുക്കറിയാം, സോളമൻ്റെ കാലത്ത് അദ്ദേഹം ആ ദേശത്ത് താമസിച്ചിരുന്ന മറ്റ് ജാതികളൊക്കെ കൊണ്ട് അടിമ വേല ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അതിനെ ചോദ്യം ചെയ്ത നെബോത്തിൻ്റെ മകൻ യൊരോബെയാം എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ സോളമനുമായി പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം ഭയപ്പെട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ രഹബെയാം രാജാവാകുന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തെ ആളുകൾ അവിടെ നിന്ന് മടക്കി വരുത്തുന്നു. അദ്ദേഹവും അവരോട് ചേർന്ന് പ്രവർത്തിച്ച ആളുകളും വന്ന് യൊരോബെയാമിനോട് രഹബെയാം സോളമൻ്റെ മകൻ രാജാവിനോട് വന്ന് പറയുന്നു, നിന്റെ പിതാവ് ഞങ്ങളുടെ മേൽ ഭാരമേറിയ നുകമ്പിച്ചു, ഞങ്ങളെ കൂടുതൽ പീഡിപ്പിച്ചു, അടിമകളാക്കി. നീ ഞങ്ങളുടെ ഭാരം കുറച്ചു തരുമെങ്കിൽ ഞങ്ങൾ നിന്നോട് സഹകരിക്കാൻ, നിന്നെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യാം. ഇപ്പോൾ രഹബെയാം അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് വാ, അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം നിങ്ങളോട് പറയാം. അവർ പോയി. അതിനുശേഷം അദ്ദേഹം ആദ്യം സോളമൻ രാജാവിൻ്റെ ഉപദേഷ്ടാക്കന്മാരായിരുന്ന വൃദ്ധരായ ആളുകളോട് കാര്യങ്ങൾ, ഈ സംഭവം അദ്ദേഹം പങ്കുവച്ചു. അവർ നല്ല ഉപദേശം രഹബെയാമിന് കൊടുത്തു. രാജാവ് അവരോട് കാണിക്കണം. അപ്പോൾ അവരും നിനക്ക് അടിമകളായിരുന്നോളും, അവർ നിന്നെ സേവിക്കും, അവർ നിന്നെ സ്നേഹിക്കും. നീ അവരോട് കഠിനമായി പെരുമാറരുത്. അവരെ ആ സ്നേഹം അവരോട് കാണിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികളായ ചെറുപ്പക്കാരുടെ അഭിപ്രായം ചോദിച്ചു. ആ പാർശ്വവർത്തികളായ ചെറുപ്പക്കാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഒരു കാരണവശാലും അവരോട് ദയവ് കാണിക്കില്ല, അവരെ നീ കഠിനമായി പീഡിപ്പിക്കുകയാണ് വേണ്ടത്. അവർ വരുമ്പോൾ നീ അവരോട് പറയണം, എൻ്റെ അപ്പൻ ചാട്ട കൊണ്ട് നിങ്ങളെ അടിച്ചെങ്കിൽ ഞാൻ മുളിച്ചാട്ട കൊണ്ട് നിങ്ങളെ അടിക്കും. എൻ്റെ ഒരു വിരലിൻ്റെ ഘനം എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഞാൻ ഭാരമേറിയ ചുവടുകൾ നിങ്ങളുടെ മേൽ വയ്ക്കുമെന്ന് തന്നെ അവരോട് പറയണം, അവരോട് ദയ കാണിക്കരുതെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായ രഹബെയാം ഈ ചെറുപ്പക്കാരായ പാർശ്വവർത്തികളുടെ അഭിപ്രായമാണ് സ്വീകരിച്ചത്. അനുഭവജ്ഞാനമുള്ളവരും വൃദ്ധരുമായവരുടെ ആ അഭിപ്രായത്തെ അദ്ദേഹം ത്യജിച്ചു കളഞ്ഞു. അദ്ദേഹം അന്ന് കൽപ്പിച്ചയച്ചതുപോലെ 3 ദിവസം കഴിഞ്ഞ് യൊരോബെയാമും കൂട്ടരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാർശ്വവർത്തികളായ ചെറുപ്പക്കാർ പറഞ്ഞത് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാരം ഞാൻ കൂട്ടും, ഞാനൊരു ദൈവം നിങ്ങളോട് കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. പ്രിയമുള്ളവരെ, ശലോമോൻ പാപം ചെയ്തപ്പോൾ അഹിയ പ്രവാചകൻ മുഖാന്തരം യഹോവയായ ദൈവം സോളമനോട് പറഞ്ഞിരുന്നു, നിനക്ക് ശേഷം നിന്റെ രാജ്യം 2 ആകും.
കാരണം ദൈവം അത്രമാത്രം സ്നേഹിച്ച് ദൈവത്തോട് ചേർത്ത് നിർത്തിയ വ്യക്തിയായിരുന്നു സോളമന്. നമുക്കറിയാം, ജ്ഞാനത്തിലും സമ്പത്തിലും അദ്ദേഹത്തെ വെല്ലുവാൻ ഭൂമിയിൽ ആരുമുണ്ടായിരുന്നു. അത്രമാത്രം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഷേബാരാജ്ഞി പോലും ഒന്ന് അതിശയിച്ചു നിന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം സംരക്ഷിച്ചവൻ പാപത്തിലേക്ക് പോയപ്പോൾ അതിൻ്റെ ശിക്ഷ അവരുടെ തലമുറകൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പം നാം നന്മ പ്രവർത്തികൾ ചെയ്താൽ അത് മാത്രമേ തലമുറകൾക്ക് അനുഗ്രഹമാവുകയുള്ളൂ. നാം തിന്മ പ്രവർത്തികൾ ചെയ്ത് നമ്മൾ പോയാലും അതിൻ്റെ പരിണിതഫലം തലമുറകൾ അനുഭവിക്കേണ്ടി വരുമെന്ന സത്യം ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോൾ റഹബിയാം ഇങ്ങനെ കഠിനവാക്ക് പറഞ്ഞപ്പോൾ ആ ജനം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും അവർ ചോദിച്ചു, ഈശായിയോടും ദാവീദിനോടും നമുക്കെന്താണ് ബന്ധം? ദാവീദിനെ ഇവരെല്ലാവരും ഒന്നായി സ്നേഹിച്ച് അവരുടെ പൂർവ്വപിതാവായി അവരെല്ലാം അംഗീകരിച്ചു വന്നവരാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ ഈ ഒരു പ്രവൃത്തി മുഖാന്തരം അദ്ദേഹത്തെ പോലും ജനം വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്നും ഇതൊക്കെയാണ് സംഭവിക്കുക. എല്ലാ കാലത്തും അധികാരമുള്ളവരോട് ചേർന്ന് കുറേ പാർശ്വവർത്തികളുണ്ടാവും. അവരാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവരെ പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. അവർക്ക് ദുരുപദേശങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ശരിയാണെന്നും നല്ലതാണെന്നും ആ സമയത്ത് ഭരണത്തിലിരിക്കുന്നവർ വിശ്വസിക്കും. എന്നാൽ അനുഭവജ്ഞാനമുള്ള അല്ലെങ്കിൽ സീനിയേഴ്സായിട്ടുള്ളവരുടെ അഭിപ്രായം പലപ്പോഴും ചോദിക്കാറില്ല. അതിൻ്റെ പരിണതഫലമാണ് സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലൊക്കെയും സംഭവിക്കുന്നത്. അപ്പോൾ ആ കാര്യം നേതൃത്വം നൽകുന്ന ആളുകൾ പ്രത്യേകം അത് ചിന്തിക്കേണ്ടതാണ്. അടിച്ചമർത്തി ആർക്കും ആരെയും ഒരു നാളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറേ നാളുകൾ നമുക്കത് സാധിക്കും. അത് കഴിയുമ്പോൾ ശക്തമായ പ്രതികരണമുണ്ടാകും. ലോകചരിത്രം, സഭാചരിത്രമൊക്കെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ പീഡിതൻ പിന്നെ പീഡകനാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. അത് സഭയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഉദാത്തമായ ആത്മാവിൽ ചിന്തിപ്പാനും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തോടെ സ്നേഹത്തോടെ പെരുമാറാനും നേതൃത്വമുള്ളവർക്ക് എപ്പോൾ സാധിക്കുമോ അപ്പോഴാണ് സഭയായാലും സമൂഹമായാലും സമാധാനത്തോടെ വസിക്കാൻ സാധിക്കുന്നതും അനുഗ്രഹം ഉണ്ടാകുന്നതും. അപ്രകാരം അനുഭവം ഉണ്ടാകുവാൻ നമുക്കും ശ്രമിക്കാം. നമ്മളിപ്പോൾ ഏത് തലങ്ങളിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം ദൈവാനുഭവത്തോട്, കാരുണ്യത്തോടെ, ദൈവികമായ കാരുണ്യത്തോടെ പ്രവർത്തിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.